പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യനിൽ ഓൾറെഡി കാണാൻ പറ്റും. ട്രയാങ്കിൾ സ്ക്വയർ പിരമിഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് സൈഡ്സ് എന്ന് പറയുന്നത് 40 mm ബേസ് സൈഡാണ്. അതായത് സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും 40 ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 60 mm ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ പറയുന്നുണ്ട് വൺ ഓഫ് ഇറ്റ്സ് വെർട്ടിക്കൽ ട്രയാങ്കുലർ ഫേസ് ഓൺ ദി ഗ്രൗണ്ട് എന്ന് പറയുന്നുണ്ട്. ഗ്രൗണ്ടിൽ റെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നുണ്ട്. അതായത് ക്വസ്റ്റ്യൻ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ബേസിക് തന്നിരിക്കുന്ന ഡേറ്റ, പിന്നെ സെക്കൻഡ് ഡേറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്താ വെച്ചാൽ ട്രയാങ്കുലർ ഫേസ് ഓൺ ദി ഗ്രൗണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ് ദ വെർട്ടിക്കൽ ഫേസ് പ്ലെയിൻ കണ്ടെയ്നിങ് ദ ആക്സിസ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് വി പി. അതായത് നമുക്ക് ടോട്ടൽ 6 ഫിഗേഴ്സ് വരയ്ക്കണം. അതായത് സിമ്പിൾ പൊസിഷനിൽ ഒരു ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരും, പിന്നെ സെക്കൻഡ് പൊസിഷനിൽ ഒരു ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരും, തേർഡ് പൊസിഷനിൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരും. അതായത് നമുക്ക് സിമ്പിൾ പൊസിഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാൻഡിങ് പൊസിഷനാണ്. നിങ്ങളിപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സാണ് ഈ കാണുന്നത്. അതായത് നമ്മളൊരു സ്ക്വയർ പിരമിഡ് കൺസിഡർ ചെയ്താൽ സ്ക്വയർ പിരമിഡിൻ്റെ സിമ്പിൾ പൊസിഷനിൽ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നമുക്കൊരു ട്രയാങ്കിൾ ആയിരിക്കും കാണുന്നത്, ടോപ്പിൽ നിന്ന് നോക്കിയാൽ ഒരു സ്ക്വയർ ആയിരിക്കും കാണുന്നത്. അപ്പോൾ നമുക്ക് ആ ട്രയാങ്കുലർ ഫേസ് എന്ന് പറയുന്നത് നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. നമ്മളിപ്പോൾ ഒരു ട്രയാങ്കുലർ അതായത് സ്ക്വയർ പിരമിഡ് കൺസിഡർ ചെയ്താൽ സ്ക്വയർ പിരമിഡിൻ്റെ 4 ട്രയാങ്കുലർ ഫേസസ് കാണും അതിൽ, അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ XY റെഫറൻസ് ലൈൻ കൺസിഡർ ചെയ്യും. അതായത് സിമ്പിൾ പൊസിഷനിൽ ഫ്രണ്ട് വ്യൂവിൽ ട്രയാങ്കിളും ടോപ്പ് വ്യൂവിൽ സ്ക്വയറും വരെ കാണിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് XY റെഫറൻസ് ലൈൻ വരയ്ക്കുന്നു. അതിൻ്റെ സിമ്പിൾ പൊസിഷനിൽ ടോപ്പ് വ്യൂവിൽ 40 mm അല്ലെ 4 cm ഉള്ള എഡ്ജസ് വരച്ചേക്കുന്നത്. XY റെഫറൻസ് ലൈനിൽ ഇത്ര ഡിസ്റ്റൻസ് പറഞ്ഞിട്ടില്ല, നമുക്ക് ഇഷ്ടമുള്ള ഡിസ്റ്റൻസ് എടുക്കാം. അങ്ങനെയാണ് എല്ലാം 4 cm അല്ലെ 40 mm എഡ്ജസ് ആയിരിക്കും. എന്നിട്ട് ഇതിന് കോർണർ ടു കോർണർ ജോയിൻ ചെയ്തിട്ട് നമുക്ക് അതിന് നെയിമിങ് കൊടുക്കുക ABCD എന്ന് പറഞ്ഞ്. ഒരു ആ നടുക്ക് O എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന അപ്പെക്സ് ആണ് കേട്ടോ. എന്നിട്ട് എല്ലാ പോയിൻറ്റ്സിൽ നിന്നും മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. എന്നിട്ട് ആക്സിസ് 60 mm ഹൈറ്റിൽ ഫ്രണ്ട് വ്യൂവിൽ വരയ്ക്കുന്നു. അത് 2 കോർണേഴ്സിൽ നിന്നും ജോയിൻ ചെയ്യുന്നു. നെയിമിങ് A' B' അതുപോലെ തന്നെ D' C' D' അങ്ങനെ കൊടുക്കാൻ കാരണം വെച്ചാൽ നിങ്ങൾ ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ഫസ്റ്റ് കാണാൻ പറ്റും. അതായത് B ആണ് ഫസ്റ്റ് കാണുന്നത്, C ആണ് ഫസ്റ്റ് കാണുന്നത്. അതുകൊണ്ടാണ് ഫ്രണ്ട് വ്യൂവിൽ ആ കോർണറിനോട് ചേർത്ത് B' C' ഫസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ, പോയിൻറ്റ്സ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇതിൻ്റെ നെക്സ്റ്റ് പൊസിഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ C' O' എന്ന് പറഞ്ഞ എഡ്ജിനെ നമ്മൾ ചേർച്ചിടും. അതായത് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് ട്രയാങ്കുലർ ഫേസ് ഓൺ ദി ഗ്രൗണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ട്രയാങ്കുലർ ഫേസ് നമ്മൾ ഫേസ് ചെയ്യുന്നു, പക്ഷേ ആ 2 സൈഡിൽ 2 ട്രയാങ്കുലർ ഫേസ് ഉണ്ട്. അപ്പോൾ അതിൽ റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ ചെരിച്ചിടുന്നത്. അതങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ C' നിങ്ങൾ ടോപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഈ OC എന്ന് പറയുന്ന എഡ്ജുണ്ട് അല്ലേ, ആ എഡ്ജാണ് താഴെ കിടക്കുന്നത്. പക്ഷേ ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ അതിൻ്റെ എഡ്ജിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യണം. ആ മെഷർ ചെയ്ത ലെങ്താണ് സെക്കൻഡ് പൊസിഷനിൽ XY റെഫറൻസ് ലൈനിൽ മാർക്ക് ചെയ്യുന്നത്. ആ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതർ 2 ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോമ്പസിലെടുത്ത് ആർക്ക് വെച്ച് കട്ട് ചെയ്ത് കിട്ടും. അതായത് CBയും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ CB എന്ന് പറയുന്ന ഡിസ്റ്റൻസും അതുപോലെ തന്നെ OB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് കോമ്പസിലെടുത്തിട്ട് കട്ട് ചെയ്ത് ആർക്ക് കട്ട് ചെയ്ത് അവിടെ ഒരു പോയിൻ്റ് കിട്ടും. അതിനെ തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് ഇതുപോലെ ട്രയാങ്കിൾ കിട്ടും. അതായത് സെയിം ഡയമെൻഷൻ ഫസ്റ്റ് സിമ്പിൾ പൊസിഷനിലെ സെയിം ഫ്രണ്ട് വ്യൂ തന്നെയായിരിക്കും സെക്കൻഡ് പൊസിഷനിലെ ഫ്രണ്ട് വ്യൂ ആയിട്ട് കിട്ടുന്നത്. ജസ്റ്റ് അത് ചെരിഞ്ഞ് കിടക്കുന്നതേ ഉള്ളൂ. ഓക്കെ, XY റെഫറൻസ് ലൈനിൻ്റെ മുകളിൽ കിട്ടിയിരിക്കുന്ന എല്ലാം ഇപ്പോൾ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് ചോദിച്ചാൽ എല്ലാ പോയിൻറ്റ്സിൽ ഇപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ കിട്ടിയിരിക്കുന്ന എല്ലാ പോയിൻറ്റ്സിൽ നിന്നും താഴേക്ക് നമ്മൾ ലൈൻസ് വരയ്ക്കും. ഈ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സിമ്പിൾ പൊസിഷനിലെ ABCD എന്ന് പറയുന്ന പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് A1 B1 C1 D1 എന്ന് പറഞ്ഞ് നെയിമിങ് കൊടുക്കാം. ഇപ്പോൾ നമുക്കിപ്പം Aന്ന് താഴത്തെ സിമ്പിൾ പൊസിഷനിലെ A എന്ന് വരയ്ക്കുന്ന ലൈനും ഇവിടെ നിന്നുള്ള Aയും അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള Bയും അവിടെ നിന്നുള്ള Bയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിൻറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ പോയിൻറ്റ്സ് കിട്ടും. ആ പോയിൻറ്റ്സിനെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കാം. സെയിം കോയിൻസൈഡ് ആകുന്ന പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് അതിനെ കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കാം. O ആണെങ്കിൽ Oയിൽ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ അതിൻ്റെ നെയിമിംഗ് എന്ന് പറഞ്ഞാൽ A1 B1 C1 D1 എന്ന് പറഞ്ഞ് കൊടുക്കും. ഇവിടെ ആണെങ്കിൽ O1 എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ നമുക്ക് സെക്കൻഡ് പൊസിഷനിലെ ടോപ്പ് വ്യൂ ആണ് ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ആക്സിസ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം. ആക്സിസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ആ ആക്സിസിന് നമ്മൾ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ വെക്കും. ഇത് 45 ഡിഗ്രിയാണ്. ഓക്കെ, അതായത് അപ്പെക്സ് നിയറായിട്ട് വരണം. അതായത് O1 എന്ന് പറയുന്ന പോയിൻ്റ് അപ്പെക്സ് ആണ്. അത് XY റെഫറൻസ് ലൈനിൻ്റെ അടുത്ത് വരണം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഈ 5ാമത്തെ ഫിഗർ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കും. അതായത് വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 45 ഡിഗ്രി. എന്നിട്ട് O എന്ന് പറയുന്നത് നമ്മൾ അവിടെ പ്ലേസ് ചെയ്യുക, അവിടെ ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ. എന്നിട്ട് ഇതേ സെയിം ഡയമെൻഷൻസ് തന്നെ അങ്ങോട്ട് കോപ്പി ചെയ്യും. 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ കോപ്പി ചെയ്യുന്നതേ ഉള്ളൂ. എന്നിട്ട് സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ഫോളോ ചെയ്യും. അതായത് ഇപ്പം കിട്ടിയിരിക്കുന്ന
അഞ്ചാമത്തെ ഫിഗറുണ്ട് അല്ലേ, A1 B1 C1 D1 എന്ന് പറയുന്ന ആ പോയിൻറ്റ്സിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കും. അതായത് നമുക്ക് 6th ഫിഗർ കിട്ടണം അല്ലേ, അതായത് ഫ്രണ്ട് വ്യൂ ഓഫ് ദി ലാസ്റ്റ് പൊസിഷൻ, തേർഡ് പൊസിഷൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടണം. അതിനുവേണ്ടി 5th പൊസിഷനിൽ കിട്ടിയിരിക്കുന്ന പോയിൻറ്റ്സിൽ നിന്ന് വെർട്ടിക്കൽ ലൈൻസ് നമ്മളിപ്പോൾ മുകളിലോട്ട് വരയ്ക്കും. അതായത് 4th പൊസിഷനിൽ കിട്ടിയിരിക്കുന്ന അതായത് 2nd പൊസിഷനിലെ 4th ഡയഗ്രം ഉണ്ട് അല്ലേ, ആ ഡയഗ്രത്തിൻ്റെ സെയിം ഡയമെൻഷൻസ് തന്നെയാണ് ഇപ്പോൾ 5th ഡയഗ്രത്തിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മുകളിലോട്ട് ആ പോയിൻറ്റ്സിന് ലൈൻസ് വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് കുറേ പോയിൻറ്റ്സ് കിട്ടും. എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ 2nd പൊസിഷനിലെ ഫ്രണ്ട് വ്യൂ ഉണ്ട്, അവിടുന്ന് നമ്മൾ A1 A' B' C' എന്ന് പറഞ്ഞ പോയിൻറ്റ്സ് ഉണ്ട്, ആ പോയിൻറ്റ്സിൽ നിന്ന് ലൈൻസ് വരയ്ക്കും. അപ്പോൾ ഇപ്പം എന്തായിരിക്കും, 5ാമത്തെ ഫിഗറും 3rd ഫിഗറും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്ന പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സ് നമുക്ക് എന്തായിരിക്കും ഇങ്ങനെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് A1' B1' C1' D1' അങ്ങനെ പോയിൻറ്റ്സ് കിട്ടും. അതിനെ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടും. അതുപോലെ തന്നെ ഓയിനെ നമുക്ക് എന്തായിരിക്കും O1നെയും O' കൂടെ ജോയിൻ ചെയ്യുമ്പം O1' എന്ന് പറയുന്നൊരു പോയിൻറ്റ് കിട്ടും. അപ്പോൾ ഇത്ര ആയിരിക്കും നമുക്ക് എന്തായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ അനുസരിച്ചുള്ള ആൻസർ എന്ന് പറയുന്നത്. അതായത് മുകളിൽ കിട്ടിയിരിക്കുന്ന എല്ലാം ഫ്രണ്ട് വ്യൂസ് ആണ്, താഴെ കിട്ടിയിരിക്കുന്ന എല്ലാം ടോപ്പ് വ്യൂസ് ആണ്. ഇനി നമുക്ക് അപ്പെക്സ് എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്, O1 എന്ന് പറയുന്നത്. അത് എവേ ഫ്രം VP ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം. അത് 45 ഡിഗ്രി ആംഗിൾ ഇങ്ങനെ വരയ്ക്കാം. ഒരു അപ്പെക്സിനെ എവേ O1നെ ദൂരെയായിട്ട് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക വരയ്ക്കാൻ പറ്റുന്നുണ്ടോയെന്ന്. ഇല്ല നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, ചെക്ക് ചെയ്യാം.